അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ തറാവീഹ് വിത്തറിന്റെ അവസാനത്തിൽ കുനൂത്ത് അത് പ്രധാനപ്പെട്ട സുന്നത്താണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്ത് കാണിച്ചതാണ്. പരിശുദ്ധമാക്കപ്പെട്ട റമദാന്റെ പകുതി കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 16 പകുതി കഴിഞ്ഞാൽ വിത്തറിന് പ്രത്യേകം പ്രസിദ്ധമാണ്. അനഫി മതം പ്രകാരം എല്ലാ വിത്തറിലും അവർക്ക് റമദാൻ അല്ലാത്തപ്പോഴൊക്കെ അത് സുന്നത്താണ്. ഷഫി മദ്ഹബാണ് റമദാന്റെ അവസാനത്തെ പകുതിയിൽ വിത്തറിൽ സുന്നത്താണ്. പിന്നെ നമ്മൾ ഫർദസ്കാരത്തിൽ ഓതുന്നത് നാസിലത്തിന്റെ കുനൂത്ത്, രണ്ടും തമ്മിൽ വ്യത്യാസം. അതിന്റെ അർത്ഥവും അതിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടിട്ട് നമ്മൾ വിത്തറിന് കുനൂത്ത് ഓതുമ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, മറ്റുള്ള വക്തിൽ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അത് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല. എന്നോട് ഒരാൾ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, പലരും ബാക്കിൽ ഇങ്ങനെ പിടിക്കണില്ല, അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. നമ്മൾ അല്ലാഹുവിനോട് ഖൈറിനെ തേടുകയാണ് ഈ സുന്നത്തസ്കാരങ്ങളിലും സുബഹിക്കും. അപ്പൊ ഖൈറിനെ തേടുമ്പോൾ ഇങ്ങനെയാണ് ചോദിക്കല്. അല്ലാഹുവിൽ നിന്ന് വേണ്ടത് നാം കരസ്ഥമാക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കും. നമുക്ക് വന്നുപെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ പഠിക്കും. ഇങ്ങനെയാണ് നമ്മുടെ പണ്ഡിതന്മാർ പഠിക്കുന്നത്. അപ്പം സുബഹി നിസ്കാരത്തിൽ നാം പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതുമ്പോൾ എപ്പോഴും നാം ഖൈറിനെ തേടുന്നവരാണ്. പിന്നെ നാസിലത്തിന്റെ കുനൂത്തിന്റെ വാക്കുകൾ നിങ്ങൾക്കറിയാം. അത് കേൾക്കുമ്പോൾ ഇങ്ങനെ മറിച്ച് വെച്ച് പുറപ്പെടും. സുബഹിക്ക് ഇങ്ങനെ പിടിച്ച് നാസിലത്തിന്റെ കുനൂത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കൈമാറി വളർത്തി പിടിക്കും. വന്ന ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകും. മറ്റുള്ള ഫർദസ്കാരങ്ങളിലൊക്കെ ആദ്യം മുതലേ നമ്മൾ ഇങ്ങനെ പിടിക്കലാണ് നല്ലത്. കാരണം അത് വന്ന ബുദ്ധിമുട്ട് നീങ്ങാൻ വേണ്ടി നാസിലത്ത് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ അതാത് നീങ്ങാനുള്ള കുനൂത്ത്. ഇത്തറിലിപ്പം നമ്മൾ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെയാണ് പഠിക്കുക ചോദിച്ചത്. അപ്പൊ അതൊന്ന് സൂചിപ്പിച്ചു. ആരെങ്കിലും എല്ലാ നേരത്തും ഇങ്ങനെ തന്നെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. നമുക്ക് വന്ന ഇടങ്ങേറുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അത് നീങ്ങണമെങ്കിൽ ആകാശത്തിലേക്ക് ഇതിന്റെ കയ്യിന്റെ പുറങ്ങനെ പിടിക്കുക. നീങ്ങിപ്പോകണം, തട്ടിപ്പോകണം. അവിടുന്ന് അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങി വരണമെങ്കിൽ ഇങ്ങനെ പിടിക്കുക. അതാണ് പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചത്. ഇന്നത്തെ തറാവീഹിന്റെ മഹത്വം നരകമോചിതനായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് എഴുതുകയും കതബല്ലാഹു ലഹു ബറാഅതൻ മിനൻ നാർ, നരകമോചിതരുടെ ലിസ്റ്റിൽ അല്ലാഹു തആല നമ്മുടെ പേര് എഴുതി വെക്കും. മാത്രമല്ല വദുഖൂലൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന ലിസ്റ്റിലും നമ്മുടെ പേര് അല്ലാഹു തആല എഴുതി വെക്കും. അപ്പൊ രണ്ട് പ്രതിഫലമാണ് ഇന്നത്തെ ഒരു ദിവസം. നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ചെയ്യും, സ്വർഗത്തിലേക്ക് കടത്തിവിടും ചെയ്യും. ആ രണ്ട് ലിസ്റ്റിലും അല്ലാഹു തആല ഇന്ന് തറാവീഹ് നിസ്കരിച്ചവരുടെ പേര് എഴുതി വെക്കും. നരകത്തിൽ നിന്ന് മോചിതനാണ് എന്ന ലിസ്റ്റിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവനാണ് എന്ന ലിസ്റ്റിലും അല്ലാഹു തആല അതിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.